ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രോബ്ലംസ് തന്നെയാണ്. എങ്ങനെയാണ് ടാക്സബിൾ എച്ച് ആർ എ കമ്പ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയാണ് എച്ച് ആർ എ എക്സംപ്റ്റഡ് ആയിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം. ശ്രീ ഗോപാൽ ഓഫ് കോഴിക്കോട് ഗെറ്റ്സ് 72,000 ആസ് ബേസിക് സാലറി. ബേസിക് സാലറി ആയിട്ട് ഗോപാലിന് 72,000 ആണ് കിട്ടിയിരിക്കുന്നത്. 6,000 ഡിയർനെസ് പേ ആണ്. അതേപോലെ തന്നെ 6,000 ആസ് ഡിയർനെസ് അലവൻസ് ആൻഡ് 20,000 per annum as fixed commission during the previous year. He also received rupees 30,000 as HRA, though he paid 36,000 as rent. ക്വസ്റ്റ്യനിൽ നമ്മോട് ചോദിച്ചാൽ കമ്പ്യൂട്ട് HRA എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അപ്പോൾ ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ എക്സംപ്റ്റഡ് HRA എത്രയാണെന്നാണ് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. 72,000 ആണ് ബേസിക് സാലറി. ഡിയർനെസ് പേ 6,000 ഉണ്ട്. ഡിയർനെസ് അലവൻസ് പറഞ്ഞിട്ട് 6,000 തന്നിട്ടുണ്ടെങ്കിലും ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ കമ്മീഷൻ്റെ കേസ് ആണെങ്കിലും നമ്മൾ കമ്മീഷൻ എപ്പോഴും ഒരു സെയിൽസിൻ്റെ ഒക്കെ എത്ര പെർസെൻറ്റേജ് ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് നോർമലി കമ്മീഷൻ എടുക്കാറുള്ളൂ എച്ച് ആർ എയുടെ കമ്പ്യൂട്ടേഷന് പ്രീവിയസ് ഇയറിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിസീവ് ചെയ്യുന്ന എച്ച് ആർ എ 30,000ഉം അയാൾ കൊടുക്കുന്ന റെന്റ് എന്ന് പറയുന്നത് 36,000ഉം ആണ്. അപ്പോൾ അതിൽ സൊല്യൂഷൻ നമുക്കിവിടെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. 3 കണ്ടീഷൻസ് ആണ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? എച്ച് ആർ എ റിസീവ്ഡ്. എത്രയാണ് അയാൾക്ക് എച്ച് ആർ എ റിസീവ് ചെയ്യുന്നത്? 30,000 ആണ്. അപ്പോൾ 30,000 എഴുതി. ഇനി എക്സസ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. അവിടെ നമ്മൾ സാലറി കണക്കാക്കുമ്പം ബേസിക് സാലറി എടുക്കാം, ഡിയർനെസ് പേയും എടുക്കാം 6,000. ഇത് രണ്ടെണ്ണവും നമുക്ക് അവിടെ എടുക്കാൻ സാധ്യമല്ല. ഡിയർനെസ് അലവൻസ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഫിക്സഡ് കമ്മീഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് കേസസ് നമുക്ക് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ 72,000ഉം 6,000ഉം മാത്രമാണ് വരുന്നത്. 78,000 സാലറി വരുന്നത്. 78,000ൻ്റെ 10% എന്ന് പറയുന്നത് 7,800 ആണ്. ഇവിടെ എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ആണ് ചോദിച്ചത്. എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ റെന്റ് ആക്ച്വലി പേ ചെയ്യുന്നത് എത്രയാണെന്നാണ് പറയുന്നത്? 36,000 ആണ്. ആ 36,000ൽ നിന്ന് നമുക്ക് 10% ഓഫ് സാലറി ലെസ് ചെയ്യണം. 10% പറയുമ്പം 72,000 പ്ലസ് 6,000 78,000. അതിൻ്റെ 10%ആണ് 7,800 എന്ന് പറയുന്നത്. അപ്പോൾ 7,800 നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളത് അതായത് 36,000 ആണ് കൊടുക്കുന്നത്. അതിന് 7,800 വരെ നമുക്ക് ഇളവ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളത് 28,200 ടാക്സബിൾ ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സാലറിയുടെ 40%. 78,000ൻ്റെ 40%ആണ് 31,200 എന്ന് പറയുന്നത്. അപ്പോൾ 3 കണ്ടീഷൻ ഇവിടെ ചെയ്തു. ഇനി നമ്മൾ ഏതാ നോക്കുക? എങ്ങനെ എക്സംഷൻ കൊടുക്കുക? ഏറ്റവും ചെറിയ എമൗണ്ടിനാണ് എക്സംഷൻ കിട്ടുക അല്ലേ? 30,000, 28,200, 31,200. അപ്പോൾ ചെറിയ എമൗണ്ട് ഏതാണ്? 28,200. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കമ്പ്യൂട്ട് എച്ച് ആർ എ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്ന എച്ച് ആർ എ കാൽക്കുലേറ്റ്. അപ്പോൾ ഏത് എച്ച് ആർ എ ആണ് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാൻ പറ്റുക? 28,200 എന്ന് പറയുന്ന എച്ച് ആർ എ ആണ് നമുക്ക് എക്സംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് എച്ച് ആർ എയുടെ കേസിൽ എക്സംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കുക? ഒന്ന് സാലറി, ആദ്യത്തെ കേസ്. രണ്ടാമത്തെ പ്ലേസ് ഓഫ് റെസിഡൻസ്. ഇവിടെ കോഴിക്കോടാണ്, അതുകൊണ്ട് തന്നെ 40% തന്നെ വരിക. പിന്നെ റെന്റ് പെയ്ഡ് ആൻഡ് എച്ച് ആർ എ റിസീവ്ഡ്. ഈ കേസിൽ റെന്റ് കൊടുക്കുന്നത് 36,000ഉം റെന്റ് കിട്ടുന്നത് റിസീവ് ചെയ്തിരിക്കുന്നത് അതായത് കമ്പനി അലോ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 30,000ഉം ആണ്. അപ്പോൾ ഇത്രയും കേസസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എക്സംപ്റ്റഡ് എച്ച് ആർ എ കഴിഞ്ഞ്. ടാക്സബിൾ എച്ച് ആർ എ ആണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? എത്രയാണോ നമ്മൾ ആക്ച്വലി പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് 36,000 അല്ലേ? അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ ഒരു ഇളവ് കിട്ടും? 28,200 വരെ നമുക്ക് ഇളവ് കിട്ടും. ബാലൻസ് ആണ് എന്ത് ചെയ്യേണ്ടി വരിക? ടാക്സ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ടാക്സബിൾ എച്ച് ആർ എ ചോദിച്ചാൽ എന്താ കാണിക്കേണ്ടത്? ഈ 36,000ൽ നിന്ന് 28,200 ലെസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എന്താണോ അത് ടാക്സബിൾ എച്ച് ആർ എയും 28,200 എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് എച്ച് ആർ എ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മിസ്റ്റർ വെങ്കിടകൃഷ്ണൻ എംപ്ലോയിഡ് ഇൻ ഡൽഹി ഹാസ് ദ ഫോളോയിങ് എമോളിമെന്റ്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ.
ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ തന്നെ അവിടെ ശ്രദ്ധിക്കുക. ഇതിൽ ഡൽഹിയിൽ താമസിക്കുന്ന ആളാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബേസിക് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 25,000 പെർ മന്ത് ആണ്. ബേസിക് സാലറി 25,000 പെർ മന്ത് ആണ്. ഡി എ എന്ന് പറയുന്നത് വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ബേസിക് സാലറിയുടെ പാർട്ടന്യ എന്ന് പറയുന്നുണ്ട്. 10,000 രൂപ കിട്ടുന്നുണ്ട് എല്ലാ മാസവും. കമ്മീഷൻ എന്ന് പറയുന്നത് 2% ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ്. അദ്ദേഹം സെയിൽസിൻ്റെ മേഖലയിലായിരിക്കാം. എത്രയാണോ പ്രീവിയസ് ഇയറിൽ ടേൺ ഓവർ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ 2%. അപ്പോൾ അത് താഴെ തന്നെ തന്നിട്ടുണ്ട്. ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ദ അസസി വാസ് 22,000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 22 ലക്ഷത്തിൻ്റെ 2% നമ്മൾ കമ്മീഷനായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. HR എന്ന് പറയുന്നത് ഒരു മാസം 12,000 രൂപയാണ് അലവൻസ് ആയിട്ട് എംപ്ലോയർ കൊടുക്കുന്നത്. ആക്ച്വലി റെൻറ്റ് പേ ചെയ്യുന്നത് 31/12/2023, അതായത് ആ മാർച്ച് വരേക്ക് 10,000 രൂപയാണ് ആക്ച്വലി റെൻറ്റ് പേ ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് 1/1/2024 വരുമ്പോഴേക്കും അവിടെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെൻറ്റ് ഇൻക്രീസ് ചെയ്തു. അത് 16,000 ആയിട്ടാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് റെൻറ്റ് പേ ചെയ്തുകൊണ്ടിരുന്നത് 12,000 ആയിരുന്നു റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് 10,000 ആയിരുന്നു റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ HR റിസീവ് ചെയ്തിരിക്കുന്നതാണ് 12,000, നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 10,000 ആണ്. ആ 10,000-ന് പകരം ഇപ്പം എത്രയായി? 16,000 ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഈ ക്വസ്റ്റ്യനിൽ ടാക്സബിൾ HR എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 2 തരത്തിലാണ് ഇവിടെ ചെയ്യേണ്ടത്. കാരണം അസസി 31/12/2023 വരെ കൊടുത്തത് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പിന്നെ നമുക്ക് അറിയേണ്ടത് 1 ഏപ്രിൽ മുതലുള്ളതാണ്, 2023 മുതലുള്ളതാണ്. പക്ഷെ 2024 മുതൽ 1/1/24 മുതൽ പിന്നെ നമുക്ക് വേണ്ട ഇയർ ഏതാ വരിക? കറക്റ്റായിട്ട് 31 മാർച്ച് 2024. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് വർഷം തന്നാലും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഇയർ എന്ന് പറയുന്നത് 2023 മാർച്ച് ഡിസംബർ വരേക്കും. അതിന് ശേഷം പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 1/1/24 മുതൽ മാർച്ച് 2024 വരെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം എക്സംഷൻ കേസുകളാണ്. അതിൻ്റെ 3 കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ആക്ച്വൽ HR റിസീവ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് റിസീവ് ചെയ്തിരിക്കുന്ന HR എന്ന് പറയുന്നത് എത്രയാണ്? 12,000 ആണ് ഒരു മാസം റിസീവ് ചെയ്തത്. അപ്പോൾ 12,000 ഇൻറ്റു 31/12 എൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എത്ര മാസമാണ് വരുന്നത്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 9 മാസം. അപ്പോൾ ഇവിടെ ആക്ച്വൽ HR റിസീവ്ഡ് എന്ന് പറയുന്നത് 12,000 ഇൻറ്റു 9 മാസത്തെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് 1,08,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഇവിടെ വരുന്നതോ എത്ര വരും? ബാക്കി 3 മാസത്തേക്കാണ് 12,000 തന്നെയാണ്. ഇൻറ്റു ബാക്കി 3 മാസമാണ് നമുക്ക് കാൽക്കുലേറ്റ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതുവരെയല്ലേ നമ്മുടെ ഇയർ പ്രീവിയസ് ഇയർ വരുന്നത്. അപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ 12,000 ഇൻറ്റു 9 ഇവിടെയും കാണിക്കും. 12,000 ഇൻറ്റു 9 സോറി 9 അല്ല, 3 മാസം 36,000 എന്ന് ഇവിടെയും കാണിക്കും. അതാണ് ആക്ച്വലി ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. സാലറിയുടെ 10%-നേക്കാൾ എത്ര അധികം നമ്മൾ റെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പം ആക്ച്വലി റെൻറ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയാണെന്നാണ് പറഞ്ഞത്? 10,000 രൂപയാണ് ഒരു മാസം റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10,000 ഇൻറ്റു 9 മാസം എത്ര വരും? 90,000. 10,000 ഇൻറ്റു 9 മാസം വരെ നമ്മൾ കൊടുത്തത് 90,000 ആണ്. അതിൽ നിന്ന് നമ്മുടെ 10% ഓഫ് സാലറി എത്രയാണെന്നുള്ളത് കാണണം. അപ്പോൾ അതിൽ 10% ഓഫ് സാലറി എന്ന് പറയുന്നത് സാലറി എത്രയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള ഫസ്റ്റ് നോക്കുക. സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 25,000 ആണ്. 25,000 ഇൻറ്റു 9 മാസം വരയ്ക്ക് കിട്ടുന്ന 2,25,000. DA പാർട്ട് ഓഫ് സാലറി എന്ന് പറയുന്നതുകൊണ്ട് നമുക്കത് ഇതിലേക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ 10,000 ഇൻറ്റു അതും 9 മാസം. കമ്മീഷൻ 2% കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ 22 ലക്ഷമാണ് ടേൺ ഓവർ വന്നിരിക്കുന്നത്.
22 ലക്ഷത്തിൻ്റെ 2% എന്ന് പറയുമ്പോൾ 44,000 വരിക. ആ 44,000 നമുക്ക് എത്ര മാസം വരെ കൊടുക്കേണ്ടത്? 9/12. ഓക്കെ, അപ്പോൾ അത് 33,000 വരും. അപ്പോൾ ഇങ്ങനെ ഈ 2,25,000-ഉം 90-യും 33 ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ 3,48,000 ആണ് നമുക്ക് ആ സാലറി അപ് ടു ഡിസംബർ 2023 വരെ വരുന്ന ആ ഒരു സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സാലറി 3,48,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 34,800. അപ്പോൾ ആ എമൗണ്ട് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ആക്ച്വലി റെൻറ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന 90,000, അതായത് 10,000 ഇൻറ്റു 9 months. അതിൽ നിന്ന് നമുക്ക് 10% ഓഫ് സാലറി എന്ന് പറയുന്നത് 34,800 ആണ്. അത് ലെസ് ചെയ്തിട്ട് ബാലൻസ് 55,200 ആണ് നമുക്കിവിടെ കാണിക്കേണ്ടതുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും വരും. എന്താണ്? എത്രയാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 3 മാസത്തേക്കുള്ള എമൗണ്ട് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാലൻസ് 3 monthsലേക്കുള്ളത്. അപ്പോൾ 48,000 ആണ് അവിടെ റെൻറ്റ് പേ ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് അവിടെ റെൻറ്റ് പേ ചെയ്യുന്നത്? ഡിഫറൻസ് ആയത് ആ റെൻറ്റ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? 1-ാം തീയതിക്ക് റെൻറ്റ് കൂടിയിട്ടുണ്ട്. അതായത് 10,000 കൊടുത്ത സ്ഥലത്ത് ഇപ്പം നമ്മൾ 16,000 ആണ് റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ 16,000 ഇൻറ്റു എത്ര മാസം വരെ കാണിക്കേണ്ടത്? 3 മാസം. അപ്പോൾ 48,000 ആണ് ആക്ച്വലി നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഒരു 3 മാസത്തെ കാൽക്കുലേഷൻ ബേസിക് പേ വീണ്ടും കാണാം. 25,000 ഇൻറ്റു 3 മാസത്തേക്ക് 75,000, DA 10,000 ഇൻറ്റു 3 വെച്ച് 30,000 വരുന്നുണ്ട്. കമ്മീഷൻ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ എല്ലാം 9 മാസത്തേക്കും ഇവിടെയൊക്കെ 3 മാസത്തേക്കും കാണുന്നു എന്ന് മാത്രം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1,16,000 ആണ്. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറയുന്നത് 11,600 ആണ് വരിക. ഓക്കെ, അപ്പോൾ ആ 11,600 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് എത്രയാണ്? 16,000 ഇൻറ്റു 3 മാസത്തേക്ക് 48,000-ൽ നിന്ന് 11,600 ആയിട്ടുള്ള ഈ 10% സാലറിയുടെ അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 36,400 കിട്ടും. ഇനി ഡൽഹിയിലാണ് താമസിക്കുന്നത് പറയുമ്പോൾ മെട്രോ സിറ്റിയിലാണെങ്കിൽ 50% ഓഫ് സാലറി എടുക്കണം. 50% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ വരുന്നത് എത്രയാണ്? 3,48,000, അതിൻ്റെ നേർപകുതി. ഓക്കെ, അപ്പോൾ 1,74,000 വരും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന 50% എടുക്കുമ്പം സാലറി 1,16,000 ആണ് അല്ലേ? 1,16,000 എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര? 58,000 ആണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 3 കണ്ടീഷനും എഴുതി കഴിഞ്ഞു. 3 കണ്ടീഷൻ എഴുതി കഴിയുമ്പോൾ ഏറ്റവും കുറവ് ഏതാണോ അതാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. 1,08,000 ഉണ്ട്, 55,200 ഉണ്ട്, 1,74,000 ഉണ്ട്. ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? 55,200. ഇത്രയേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇളവ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എക്സംഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ നമുക്ക് ഏറ്റവും ചെറിയ എമൗണ്ട് വരുന്ന ഏതാണ്? 36 ഉണ്ട്, 36,400 ഉണ്ട്, 58 ഉണ്ട്. എത്രയേ കിട്ടുള്ളൂ? 36,000 വരെ ഇളവ് കിട്ടുള്ളൂ. എങ്ങനെ ഇളവ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്? നമുക്ക് എമൗണ്ട്, എക്സംപ്റ്റഡ് എമൗണ്ട് ഈ 2 കേസിലും ഇതാണെന്ന് മനസ്സിലായി. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ടാക്സബിൾ HRA എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാക്സബിൾ HRA കാണുമ്പോൾ നമ്മൾ ആക്ച്വലി റെൻ്റ് എത്രയാണോ പേ ചെയ്യുന്നത് അതിൽ നിന്ന്, അതായത് റെൻ്റ് റിസീവ്ഡ് അല്ലേ, ആക്ച്വലി റെൻ്റായിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,08,000 ആണ്. ആ 1,08,000-ൽ നിന്ന് ഇത്രയും ഇളവ് കഴിഞ്ഞ് ബാലൻസ് ടാക്സബിൾ ആണ്. 55,200 എന്ന് പറയുന്നത് നമുക്ക് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 1,08,000-ൽ നിന്ന് 55,200 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്നതാണ് 52,800 എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അതിനെയാണ് ടാക്സബിൾ HRA എന്ന് പറയുന്നത്. ഇതേപോലെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് നോക്കുക. അവിടെ ആക്ച്വലി റെൻ്റ് എത്രയാണ് റിസീവ് ചെയ്യുന്നത്? റെൻ്റ് അലവൻസ് റിസീവ് ചെയ്യുന്നത് 36,000 ആണ് അല്ലേ? ആ 36,000-ൽ, അതായത് 36,000-ൽ 12,000 ആണ്. 12,000 ഇൻറ്റു 3 36,000. അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യേണ്ടത്, ഇവിടെ മാക്സിമം ചെറിയ എമൗണ്ട് പറഞ്ഞാൽ 36 തന്നെയാണ്. അപ്പം 36-ന്ന് 36 പോയാൽ എത്ര തന്നെയാണ്? 0 ആണ്. അവിടെ ഒന്നുമില്ല. അവിടെ ടാക്സബിൾ ആയിട്ടുള്ള HRA ഒന്നുമില്ല. അപ്പോൾ ആകെ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കുക. ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള HRA എന്ന് പറയുന്നത് ഏത് മാത്രമേ വരിക? 52,800 ആണ് വരുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ എക്സംപ്റ്റഡ് HRA എത്രയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ചോദിക്കുമ്പോൾ ഈ 3-ൽ ഏറ്റവും കുറവ് ഏതാ വെച്ചാൽ അത് മാത്രം കാണിച്ചാൽ മതി.
പക്ഷേ ടാക്സബിൾ എന്ന് പറയുമ്പം അവിടെ എന്ത് ചെയ്യണം, നമുക്ക് ആക്ച്വലി എത്ര റിസീവ് ചെയ്തു, അതിൽ എത്ര എക്സംഷൻ കൊടുക്കാം, ബാലൻസ് എന്താണോ ഉള്ളത് അതിനാണ് ടാക്സബിൾ HR എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മിസ്റ്റർ ജോഷി സീനിയർ മാനേജർ ഇൻ എ കമ്പനി അറ്റ് ചെന്നൈ. അപ്പോൾ ഇതിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കണം, മെട്രോ സിറ്റീസ് ആണെങ്കിൽ അത് നമ്മൾ ഓർത്ത് വെക്കണം. അദ്ദേഹത്തിന് കുറച്ച് എമോളിമെൻറ്റ്സ് പ്രീവിയസ് ഇയറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ബേസിക് സാലറി 17,000 പെർ മന്ത് ആണ്. ഡിയർനെസ് അലവൻസ് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അത് എത്രയാണ് ഡി എന്ന് പറയുന്നത്? എമൗണ്ട് തന്നിട്ടില്ല. സാലറിയുടെ ബേസിക് സാലറിയുടെ 30% ആണ് ഡി എന്നുള്ളത്. അപ്പോൾ ഈ 17,000ൻ്റെ 30% കണ്ടാൽ മതിയാകും. കമ്മീഷൻ എന്ന് പറയുന്നത് 1000 രൂപയാണ്. മെഡിക്കൽ അലവൻസ് 2000 ഉണ്ട്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 500 ആണ്. ഹൗസ് റെൻറ്റ് പെയ്ഡ് ₹3,000 പെർ മന്ത് ആണ്. പക്ഷേ ആക്ച്വലി ഉള്ളത് എത്രയാണ്? 2,500 ആണ്. നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് 3000, നമുക്ക് കിട്ടുന്ന അലവൻസ് ആയിട്ടുള്ളത് 2,500 മാത്രമാണ്. ഫെസ്റ്റിവലിൻ്റെ അലവൻസ് 5000 കിട്ടുന്നുണ്ട്. കമ്പ്യൂട്ട് ഹിസ് ഗ്രോസ് സാലറി. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് സാലറി എന്ന് പറഞ്ഞ് കിട്ടുന്നത് എത്ര രൂപയാണ്. അപ്പം നമ്മളിതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സാലറിയിൽ വരുന്ന ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിക് സാലറി, ബേസിക് പേ, അതേപോലെ ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രോസ് സാലറി ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാം. എത്ര സാലറി കിട്ടുന്നുണ്ടെന്ന് പറയണമല്ലോ. ബേസിക് സാലറി എന്ന് പറയുന്നത് 17,000 × 12 മന്ത്സ് കിട്ടുന്നുണ്ട്. ഡിയർനെസ് അലവൻസ് ഈ 17,000ൻ്റെ 30%, അല്ലെങ്കിൽ ഇതിൻ്റെ 30% കണ്ടാലും മതിയാകും. ഇനി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു മാസം 1000 ആണ്. അങ്ങനെ 12 മാസത്തേക്ക് 12,000. മെഡിക്കൽ അലവൻസ് എല്ലാം ടാക്സബിൾ തന്നെയാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഡിയർനെസ് പേ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന കുറേ അലവൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകളാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഇതെല്ലാം. മെഡിക്കൽ അലവൻസ് 24 വരുന്നുണ്ട്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 500 ആണെന്ന് പറയുന്നുണ്ട്. ഇൻറ്റു 12 മാസം 6000. ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 30,000 ആണ് അലവൻസ്. 2,500 രൂപ വെച്ചിട്ട് 12 മാസത്തേക്കാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ 30,000 കിട്ടും. അതിൽ എക്സെംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 9,480 നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാം നമുക്ക്. എക്സെംപ്റ്റഡ് എങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നുള്ളത് ഫെസ്റ്റിവൽ അലവൻസ് ആണ്. ഫെസ്റ്റിവൽ അലവൻസ് 5,000 ഉണ്ട്. അപ്പോൾ ഗ്രോസ് സാലറി എത്രയാണെന്നുള്ള ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്താൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് HR എക്സെംപ്റ്റഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക? നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആക്ച്വലി നമുക്ക് എത്ര HR കിട്ടുന്നുണ്ട് നോക്കുക. കിട്ടുന്നത് എത്ര? 2,500 ആണ് കിട്ടുന്നത്. പക്ഷേ അദ്ദേഹം കൊടുക്കുന്നത് 3,000 എന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്? ആക്ച്വലി അലവൻസ് റിസീവ്ഡ് ആണ് പറയുന്നത്. 2,500 × 12 30,000 റിസീവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നമ്മൾ എത്രയാണോ റിസീവ് ചെയ്തത് അതിന് എത്രത്തോളം നമ്മൾ റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. സാലറി നോക്കുക, സാലറിയുടെ 10% എത്രയാണെന്ന് കാണുക, അതിനേക്കാൾ എത്ര അധികം നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക. കാരണം ഇവിടെ 2,500 ആണ് അലവൻസ് ഇങ്ങോട്ട് കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്നതോ 3,000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ 3,000 × 12 36,000 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ? അവിടെ പ്രത്യേകിച്ച് 10% ഓഫ് സാലറി എടുക്കുമ്പം നമ്മൾ എടുക്കുന്ന ഏതൊക്കെയാണ്? ഈ 2,04,000 പിന്നെ വരുന്ന DA അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞതുകൊണ്ട് 61,200. അപ്പോൾ ഈ ഒരു കേസിൽ HRAയുടെ കമ്പ്യൂട്ടേഷനിൽ വരുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ബേസിക് സാലറിയും ഡിയർനെസ് അലവൻസും മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും എടുത്തിട്ട് അതിൻ്റെ 10% എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് 9,480 ആണ്. അപ്പോൾ ആ 9,480 എന്ന് പറയുന്നത് ഇത് മൈനസ് ചെയ്ത് എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് അതിൻ്റെ 10% കണ്ടിട്ട് അത് 36,000 നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് ഈ 9,480 നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ കണ്ടീഷൻ 50% ഓഫ് 2,65,200 ആണ്. ഇനി ഇതിൻ്റെ തന്നെ 50%, കാരണം ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ സാലറിയുടെ 50% എത്രയാണെന്ന് നോക്കുമ്പോൾ 1,32,600 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 കണ്ടീഷൻ ഇവിടെ എഴുതി കഴിഞ്ഞു. 30,000 വന്നു, 9,480 വന്നു,
1,30,000 to 600 വന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? 9,480 ആണ്. ഓക്കെ, അപ്പോൾ 9,480 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സെംപ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ കാണിച്ചല്ലോ, റെൻ്റ് അലവൻസ് 30,000 കിട്ടുന്നുണ്ട്. അതിൽ 9,480 രൂപ വരെ നമുക്ക് എക്സെംപ്ഷൻ കൊടുക്കാം. ബാലൻസ് വരുന്ന 20,520 നമ്മുടെ എവിടേക്ക് കൂട്ടേണ്ടതാണ്? നമ്മുടെ ഗ്രോസ് സാലറിയിലേക്ക് കൂട്ടേണ്ടതാണ്. അപ്പോൾ ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാം കൂടുമ്പോഴാണ് ഗ്രോസ് സാലറി ആവുന്നത്. അപ്പോൾ ഗ്രോസ് സാലറി എടുക്കുമ്പോൾ, പക്ഷേ HRAയുടെ പർപ്പസിന് എടുക്കുമ്പോൾ നമുക്ക് 10% ഓഫ് സാലറി എന്ന് പറയുന്ന അവിടെ എന്തൊക്കെ വരുള്ളൂ? സാലറി, അതേപോലെ ഡിയർനെസ് അലവൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് പെർസെൻറ്റേജ് ടേൺ ഓവർ തന്നിട്ട് അതിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഗ്രോസ് സാലറി കാണുമ്പോൾ കമ്മീഷൻ എടുക്കാം, പക്ഷേ HRAയുടെ കമ്പ്യൂട്ടേഷനിൽ ടേൺ ഓവറിൻ്റെ പെർസെൻറ്റേജ് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ കമ്മീഷനും കൂടിയിട്ട് ആഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ നമുക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. മിസ്റ്റർ മധു ഈസ് എംപ്ലോയിഡ് അറ്റ് കോട്ടയം. അദ്ദേഹത്തിൻ്റെ ഇൻകം ഇവിടെ തന്നിട്ടുണ്ട്. ബേസിക് പേയും DA, HRA, ഓവർ ടൈം അലവൻസ്, മെഡിക്കൽ അലവൻസ്, സാലറി, ഇൻകം എത്രയാണെന്നുള്ള കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രോസ് സാലറി കാണുന്ന സമയത്ത് എന്തൊക്കെ എടുക്കും? ബേസിക് പേ എന്തായാലും എടുക്കും. പിന്നെ DA, ഗ്രോസ് സാലറി കാണുമ്പോൾ DA എടുക്കണം. ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നമ്മളിവിടെ HRAയുടെ കാൽക്കുലേഷൻ അല്ല. അപ്പോൾ ഗ്രോസ് എന്ന് പറയുമ്പോൾ എന്താ? മൊത്തത്തിൽ കിട്ടുന്ന ഒരാൾക്ക് സാലറി ആയിട്ട് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാനാണ്. ഓവർ ടൈം എടുക്കും, മെഡിക്കൽ അലവൻസ് എടുക്കും. അങ്ങനെ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ തന്നെയാണ് അതിനെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഇവിടെ തന്ന ക്വസ്റ്റ്യനിലുള്ള ഐറ്റംസ് എല്ലാം ഇതിന് ബേസിക് പേയും DA, HRA, ഓവർ ടൈം അലവൻസ്, അദ്ദേഹത്തിന് മൊത്തത്തിൽ കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. അതെല്ലാം കൂടി കിട്ടുമ്പോൾ 2,51,400 ഉണ്ട്. ഇതാണ് ഗ്രോസ് സാലറി. ഇതിൽ HRAയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ എന്താണ്, ഒരു റെൻറ്റും കൊടുക്കുന്നില്ല എന്നുള്ള അസംഷൻ ഒന്നും നമ്മളോട് പറയാത്തതുകൊണ്ട്, അതുകൊണ്ട് തന്നെ HRAയുടെ എക്സംഷൻ ഒന്നും ഇവിടെ കൊടുക്കേണ്ടതില്ല. ഇത് മൊത്തത്തിലാണ് അദ്ദേഹത്തിന് സാലറി ആയിട്ട് കിട്ടുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. ശ്രീമതി അഞ്ജലി ഈസ് എംപ്ലോയിഡ് ഇൻ മധുരൈ. ഹെർ ഇൻകംസ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിലെ ഇൻകം എല്ലാം തന്നിട്ടുണ്ട്. ബേസിക് സാലറി എന്ന് പറയുന്നത് 23,000 പെർ മന്ത് ആണ്. പിന്നെ ഡിയർനെസ് അലവൻസ് തന്നിട്ടുണ്ട് 3,000. കമ്മീഷൻ കൃത്യമായി പറയുന്നുണ്ട്. 14 lakh ടേൺ ഓവർ ഉണ്ട്. 1% ആണെന്ന് പറയുന്നുണ്ട് കമ്മീഷൻ കൊടുക്കുന്നത്. HRA തന്നിട്ടുണ്ട്. ഡെപ്യൂട്ടേഷൻ അലവൻസ്, ഓവർ ടൈം അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഫെസ്റ്റിവൽ അലവൻസ്, ടെലിഫോൺ അലവൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഷീ പെയ്ഡ് ₹40,000 ഹൗസ് റെൻറ്റ്. ഇവിടെ നമുക്ക് കൃത്യമായി പറയുന്നുണ്ട്, ഒരു വർഷം പ്രീവിയസ് ഇയറിൽ അവർ കൊടുക്കുന്നത് 40,000 ആയിട്ട് റെൻറ്റ് പേ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ HRA അലൗ ചെയ്തിരിക്കുന്നത്, അലവൻസ് കൊടുത്തിരിക്കുന്നത് 5,000 ആണ്. ഓക്കെ, അപ്പോൾ ഒരു മാസം 5,000 രൂപ കൊടുക്കുമ്പോൾ 12 മാസത്തിൽ 60,000 രൂപയാണ് അലവൻസ് ആയി കിട്ടുന്നത്. അതിലവർ കൊടുക്കുന്ന എത്രയാണ്? 40,000 ആണ് ആ ഒരു വർഷത്തേക്ക് അവർക്ക് റെൻ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചു ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് സാലറിയും കാണണം, ഒപ്പം തന്നെ നമുക്ക് ടാക്സബിൾ HRA എത്രയാണെന്നും കൂടി കൂട്ടിയിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഗ്രോസ് സാലറി ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ബേസിക് പേ എടുത്തു, അതേപോലെ DA എന്തായാലും അതിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, HRAയുടെ കാൽക്കുലേഷനിൽ മാത്രമാണ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഗ്രോസ് സാലറി കാണുമ്പോൾ നമുക്ക് എല്ലാം അദ്ദേഹത്തിന് കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എല്ലാം ഇതിലെടുക്കണം. കമ്മീഷൻ ആ 1% ആണെന്ന് പറയുന്നത് അതെടുത്തു. HRA എന്ന് എഴുതിയിട്ട് നമുക്ക് അറിയാലോ, HRA ആക്ച്വലി എത്രയാണ് കിട്ടുന്നത്? 60,000 കിട്ടുന്നുണ്ട് അല്ലേ? നമ്മളോട് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. HRA അലവൻസ് ആയി കിട്ടുന്നത് 5,000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 5,000 ഇൻറ്റു 12 പറയുമ്പോൾ 60,000 ആണ്. അതിൽ എക്സംപ്റ്റഡ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതവിടെ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് ചെയ്യാം. ഡെപ്യൂട്ടേഷൻ അലവൻസ് എടുക്കണം, അതൊക്കെ ടാക്സബിൾ ആണ്. ഓവർ ടൈം അലവൻസ് ഉണ്ട്, അതുപോലെ CCA എടുക്കുക, ഫെസ്റ്റിവൽ അലവൻസ് എടുക്കുക, ടെലിഫോൺ അലവൻസ് എടുക്കുക. ഇത്രയും നമ്മൾ എഴുതി വെക്കുക. ഇനി നമുക്ക് ആ HRAയുടെയും കൂടി അറിഞ്ഞാലാണ് നമുക്ക് ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ HRAയുടെ അറിയാന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 3 കണ്ടീഷൻ ആദ്യം എഴുതുക. എന്താണ്? ആക്ച്വൽ HRA റിസീവ്ഡ് എത്രയാണ്? 60,000 റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എത്ര HRA റെൻറ്റ് കൊടുക്കുന്നുണ്ടോ നമ്മുടെ സാലറിയുടെ 10% എടുക്കുക, അതിൻ്റെ 10%-നേക്കാൾ എത്ര അധികം റെൻറ്റ് കൊടുക്കുന്നുണ്ട് നോക്കുക. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് സാലറി എന്ന് പറയുന്നത് 2 lakh ബേസിക് പേ 2,76,000 ഉണ്ട്. ഒപ്പം തന്നെ നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്, കമ്മീഷൻ മാത്രമേ ഇവിടെ എടുക്കുള്ളൂ ഈ കേസിൽ. കാരണം ഡി ഒന്നും എടുക്കില്ല, ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അത് പറഞ്ഞിട്ടില്ല. പക്ഷേ കമ്മീഷൻ മാത്രമേ നമുക്ക് ഇനി ഇവിടെ എടുക്കാനുള്ളൂ ഈ ഒരു കേസിൽ. അപ്പോൾ സാലറിയുടെ ഒപ്പം തന്നെ ബേസിക് പേയുടെ ഒപ്പം തന്നെ കമ്മീഷനും കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന എമൗണ്ടിൻ്റെ 10% നോക്കുക. അപ്പോൾ ഇവിടെ ആക്ച്വലി റെൻ്റ് ഒരു വർഷം പേ ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 40,000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 40,000 മൈനസ് ഇതിൻ്റെ 10%. അപ്പം നമുക്ക് വരുന്നത് എത്രയാണ്, 11,000 ആണ് വരുന്നത്. പിന്നെ 40% സാലറി, കാരണം മധുരയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ 40% സാലറിയാണ് നോക്കേണ്ടത്. 1,16,000 ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സാലറിയുടെ 40% എന്ന് പറയുന്നത് 1,16,000 ആണ്. അപ്പോൾ ആ 1,16,000-ഉം 60,000-ഉം 11,000-ഉം, അപ്പോൾ മാക്സിമം ഈ 3 എമൗണ്ടിൽ നമുക്ക് ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്, 11,000 ആണ്. അപ്പോൾ നമുക്ക് എക്സംഷൻ എത്രയേ കിട്ടുള്ളൂ, ഈ 11,000 മാത്രമാണ് എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് ടാക്സബിൾ ആണ്. അപ്പോൾ അതും കൂടി എവിടെ നമുക്ക് കാണിക്കണം, ഈ ഗ്രോസ് സാലറിയിൽ കാണിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എത്രയാണ്, എല്ലാം കൂടി കൂട്ടുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാൽക്കുലേഷൻ ഒന്നില്ലെങ്കിൽ ആദ്യം ചെയ്ത് വെക്കുക, എന്നിട്ട് ഇവിടെ എഴുതുന്ന സമയത്ത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിവിടെ എഴുതി ഇവിടെ പകുതിയാക്കി വെച്ച് ബാലൻസ് എല്ലാം അവിടെ ആഡ് ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് ഇത് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഇത് ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ 3 കണ്ടീഷൻ മാത്രം നോക്കുക. ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഏതാണോ അതാണ് എക്സംഷൻ കിട്ടുക. അത് ആക്ച്വലി റിസീവ് ചെയ്യുന്നതിന് നമ്മൾ മൈനസ് ചെയ്ത് ബാലൻസ് ടാക്സബിൾ ആയിട്ട് കാണിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോസ് സാലറി കാണുന്ന വിധം. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാൽക്കുലേഷനിൽ ഈ 40% സാലറി എന്ന് പറയുന്നത് ഏതാ നമ്മൾ എടുക്കുന്നത്, ഈ 2,76,000 പ്ലസ് 14,000 എത്രയാണോ അതിൻ്റെ 40% ആണ് നമ്മൾ എടുക്കുന്നത്. അതാണ് 1,16,000. കൺഫ്യൂഷൻ വേണ്ട, ഈ ടോട്ടലിൻ്റെ എല്ലാം എടുക്കുക എന്നുള്ളത്. കാരണം ഈ ടോട്ടൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്തും കൂടി കാണണം, ഇത് എത്രയാണോ എക്സംപ്റ്റഡ് എന്ന് അറിഞ്ഞതിന് ശേഷം ബാലൻസ് ടാക്സബിൾ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ടോട്ടലിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ആവശ്യമില്ല. നമ്മൾ ആക്ച്വൽ HR റിസീവ് ചെയ്യുന്നതും അതേപോലെ തന്നെ സാലറിയുടെ 10% സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ബേസിക് പേയും ഡി മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. അതിൻ്റെ 10% കണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ എക്സസ് റെൻറ്റ് എത്രയാ ആക്ച്വലി നമുക്ക് കിട്ടുന്ന കൊടുക്കുന്ന റെൻറ്റിൽ നിന്ന് നമ്മളത് മൈനസ് ചെയ്യുക. അപ്പോൾ 11,000. ഇവിടെ 40% സാലറി എന്ന് പറയുന്നത് ഈ എമൗണ്ടിൻ്റെ, ഈ 2,76,000 പ്ലസ് 14,000-ൻ്റെ 40% ആണ് 1,16,000. ഇങ്ങനെ 3 നോക്കിയിട്ട് ഏറ്റവും കുറവാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ടാക്സബിളും കൂടി അവിടെ എത്രയാണെന്ന് വന്നാലാണ് അയാളുടെ ഗ്രോസ് സാലറി മൊത്തത്തിൽ സാലറി ആയിട്ട് കിട്ടുന്നത് എത്രയാണെന്നുള്ളത്. ഇതെല്ലാം ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രോസ് സാലറി പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക് പേ മുതൽ ഇതിൽ എഴുതിയ എല്ലാ ഐറ്റംസും എന്തിനെടുക്കും, ടാക്സ് എടുക്കാൻ വേണ്ടി പരിഗണിക്കുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ HR എന്ത് ചെയ്തത്, ആക്ച്വലി റിസീവ് ചെയ്തതിൽ നിന്ന് എക്സംഷൻ ഉള്ളത് കുറച്ച് ടാക്സബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കുക, ആ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഏകദേശം ഈ ഒരു ഹൗസ് റെൻറ്റിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അലവൻസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അതിലല്ലേ ഇപ്പോൾ ടാക്സബിൾ, ഫുള്ളി ടാക്സബിൾ അലവൻസ് നോക്കി. അതേപോലെ അപ് ടു എ സർട്ടൻ ലിമിറ്റ് വരെയുള്ള അലവൻസ്, ആദ്യത്തെ ഫസ്റ്റ് 1 ആണ് ഇപ്പോൾ HR നമ്മൾ പഠിച്ചത്. ഇനി അടുത്തൊരു 3-4 കൂടി ഉണ്ട്. അപ്പോൾ അതിൽ സെക്കൻഡ് 1 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം, ഏതാണ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് വരെ വരുന്ന അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ HR-യുടെ ഈ കാൽക്കുലേഷൻ മനസ്സിലാക്കിയിട്ട് അതിലും ആ ഒരു ലിമിറ്റ് വരെ മാത്രമാണ് നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട്, ഒരു 4 ഐറ്റം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എടുത്ത പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. ആ 3 കണ്ടീഷൻ പഠിച്ചു വയ്ക്കുക. അതിൽ ആ സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ബേസിക് പേ എടുക്കണം, ഡിയർനെസ് അലവൻസ് നമ്മൾ എടുക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, HR-യുടെ കമ്പ്യൂട്ടേഷൻ എടുക്കണമെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പറഞ്ഞിരിക്കണം. കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മീഷനും ടേൺ ഓവർ തന്നിട്ട് പെർസെൻറ്റേജ് പറയുമ്പോഴുള്ള കമ്മീഷനാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ ഗ്രോസ് സാലറി കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ഇത്രയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്